ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PC. ഇന്ന് നമ്മളൊരു ഹോട്ട് ടോപ്പിക്സ് മാരത്തോണുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോസ് എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളവ മാത്രമേ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് മാരത്തോണായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തേതാണ് ജലത്തിൻ്റെ കാഠിന്യം. ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമായ രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? കാൽസ്യം, മഗ്നീഷ്യം എന്നിവയുടെ സൾഫേറ്റുകളും ക്ലോറൈഡുകളും. ജലത്തിൻ്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമായ രാസവസ്തുക്കളാണ് കാൽസ്യം, മഗ്നീഷ്യം എന്നിവയുടെ സൾഫേറ്റുകളും ക്ലോറൈഡുകളും. ജലത്തിൻ്റെ സ്ഥിരകാഠിന്യം ഇല്ലാതാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? വാഷിംഗ് സോഡ ചേർക്കുക, അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ ചെയ്യുക, സ്വേദനം ചെയ്യുക. അപ്പോൾ ജലത്തിൻ്റെ സ്ഥിരകാഠിന്യം ഇല്ലാതാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് വാഷിംഗ് സോഡ ചേർക്കുക, ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനം ചെയ്യുക. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തുക്കൾ ഏതൊക്കെയാണ്? കാൽസ്യം ബൈകാർബണേറ്റും മഗ്നീഷ്യം ബൈകാർബണേറ്റും. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തുക്കളാണ് കാൽസ്യം ബൈകാർബണേറ്റും മഗ്നീഷ്യം ബൈകാർബണേറ്റും. അപ്പോൾ ജലത്തിൻ്റെ സ്ഥിരകാഠിന്യത്തിന് കാരണമായ രാസവസ്തുക്കൾ ഏതൊക്കെയായിരുന്നു? കാൽസ്യം, മഗ്നീഷ്യം എന്നിവയുടെ സൾഫേറ്റുകളും ക്ലോറൈഡുകളും. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തുക്കൾ കാൽസ്യം ബൈകാർബണേറ്റും മഗ്നീഷ്യം ബൈകാർബണേറ്റുമാണ്. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം ഇല്ലാതാക്കാനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ലൈം ചേർത്ത് തിളപ്പിക്കുക. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം ഇല്ലാതാക്കാനുള്ള മാർഗ്ഗമാണ് ലൈം ചേർക്കുക, എന്നിട്ട് തിളപ്പിക്കുക. ജലത്തിൻ്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? എഥിലിൻ ഡൈ അമീൻ ടെട്രാ അസറ്റേറ്റ് ആണ്. എഥിലിൻ ഡൈ അമീൻ ടെട്രാ അസറ്റേറ്റ് ആണ് ജലത്തിൻ്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ജലത്തിൻ്റെ കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ജലത്തിൻ്റെ കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഘനജലം എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണ്? അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ട്രീഷ്യം ഓക്സൈഡ് ആണ്. സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ട്രീഷ്യം ഓക്സൈഡ് ആണ്. നമുക്കൊന്നുകൂടെ നോക്കാം. ജലത്തിൻ്റെ സ്ഥിരകാഠിന്യത്തിന് കാരണമായ രാസവസ്തുക്കളാണ് കാൽസ്യം, മഗ്നീഷ്യം എന്നിവയുടെ സൾഫേറ്റുകളും ക്ലോറൈഡുകളും. ജലത്തിൻ്റെ സ്ഥിരകാഠിന്യം ഇല്ലാതാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് വാഷിംഗ് സോഡ ചേർക്കുക, ഡിസ്റ്റിലേഷൻ ചെയ്യുക. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തുക്കളാണ് കാൽസ്യം ബൈകാർബണേറ്റും മഗ്നീഷ്യം ബൈകാർബണേറ്റും. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം ഇല്ലാതാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് ലൈം ചേർക്കുക, തിളപ്പിക്കുക. ജലത്തിൻ്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് എഥിലിൻ ഡൈ അമീൻ ടെട്രാ അസറ്റേറ്റ്. ജലത്തിൻ്റെ കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഘനജലം എന്നറിയപ്പെടുന്ന സംയുക്തമാണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ്. സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നതാണ് ട്രീഷ്യം ഓക്സൈഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജലത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച്. അടുത്താണ് അന്ത്യവിശ്രമ സ്ഥലങ്ങൾ. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. ഗാന്ധിജി രാജ്ഘട്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാപ്രയാൺഘട്ടിലാണ്. രാജേന്ദ്ര പ്രസാദ് മഹാപ്രയാൺഘട്ട്. നെഹ്റു ശാന്തിവനം, സഞ്ജയ് ഗാന്ധിയും ശാന്തിവനം. നെഹ്റു, സഞ്ജയ് ഗാന്ധി ശാന്തിവനം. ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ്ഘട്ട്. ജഗ്ജീവൻ റാം സമദാസ്ഥല്. ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ്ഘട്ട്, ജഗ്ജീവൻ റാം സമദാസ്ഥല്. ഇന്ദിരാഗാന്ധി ശക്തിസ്ഥല്. ഇന്ദിരാഗാന്ധി ശക്തിസ്ഥല്. രാജീവ് ഗാന്ധി വീർഭൂമി. രാജീവ് ഗാന്ധി വീർഭൂമി. സെയിൽ സിംഗ് ഏകതാസ്ഥൽ. സെയിൽ സിംഗും ചന്ദ്രശേഖറും ഏകതാസ്ഥലാണ്. സെയിൽ സിംഗ്, ചന്ദ്രശേഖർ ഏകതാസ്ഥൽ. ശങ്കർ ദയാൽ ശർമ്മ കർമ്മഭൂമി. ശങ്കർ ദയാൽ ശർമ്മ കർമ്മഭൂമി. ഗുൽസാരിലാൽ നന്ദ നാരായണൻ ഘട്ട്. ഗുൽസാരിലാൽ നന്ദ നാരായണൻ ഘട്ട്. മൊറാർജി ദേശായി അഭയഘട്ട്. മൊറാർജി ദേശായി അഭയഘട്ട്. കിഷൻകാന്ത് നിഗംബോധ് ഘട്ട്. കിഷൻകാന്ത് നിഗംബോധ് ഘട്ട്. BR അംബേദ്കർ ചൈത്രഭൂമി. BR അംബേദ്കർ ചൈത്രഭൂമി. ചരൺ സിംഗ് കിസാൻ ഘട്ട്. ചരൺ സിംഗ് കിസാൻ ഘട്ട്. നരസിംഹറാവു ബുദ്ധപൂർണിമ പാർക്ക്. നരസിംഹറാവു ബുദ്ധപൂർണിമ പാർക്ക്. KR നാരായണൻ കർമ്മഭൂമി അല്ലെങ്കിൽ ഉദയഭൂമി. KR നാരായണൻ കർമ്മഭൂമി അല്ലെങ്കിൽ ഉദയഭൂമി. ദേവിലാൽ സംഘർഷസ്ഥൽ. ദേവിലാൽ സംഘർഷസ്ഥൽ. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഗാന്ധിജി രാജ്ഘട്ട്, രാജേന്ദ്ര പ്രസാദ് മഹാപ്രയാൺഘട്ട്, നെഹ്റു ശാന്തിവനം, സഞ്ജയ് ഗാന്ധി ശാന്തിവനം, ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ്ഘട്ട്, ജഗ്ജീവൻ റാം സമദാസ്ഥല്, ഇന്ദിരാഗാന്ധി ശക്തിസ്ഥല്, രാജീവ് ഗാന്ധി വീർഭൂമി, സെയിൽ സിംഗ് ഏകതാസ്ഥല്, ചന്ദ്രശേഖർ ഏകതാസ്ഥല്, ശങ്കർ ദയാൽ ശർമ്മ കർമ്മഭൂമി,
ഗുൽസാരിലാൽ നന്ദ നാരായൺ ഘട്ട്, മൊറാർജി ദേശായി അഭയഘട്ട്, കിഷൻകാന്ത് നിഗംബോധ് ഘട്ട്, BR അംബേദ്കർ ചൈത്രഭൂമി, ചരൺ സിംഗ് കിസാൻ ഘട്ട്, നരസിംഹറാവു ബുദ്ധപൂർണിമ പാർക്ക്, KR നാരായണൻ കർമ്മഭൂമി അല്ലെങ്കിൽ ഉദയഭൂമി, ദേവിലാല് സംഘർഷസ്ഥൽ. ഇനി അടുത്താണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആത്മീയ ഗുരു ആരൊക്കെയാണെന്ന് നോക്കിയാലോ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോഖലെയാണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ലിയോ ടോൾസ്റ്റോയി ആണ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയി ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് നെഹ്റു ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് നെഹ്റു ആണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെയാണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെയാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് C. രാജഗോപാലാചാര്യാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് C. രാജഗോപാലാചാര്യാണ്. ഗാന്ധിജിയുടെ പ്രധാന ശിഷ്യയാണ് മീരാഭായ്. പ്രധാന ശിഷ്യ മീരാഭായ്. ഒന്നുകൂടെ നോക്കാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ, ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയി, ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റു, ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെ, ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ C. രാജഗോപാലാചാരി, പ്രധാന ശിഷ്യ മീരാഭായ്. അടുത്താണ് നിഘണ്ടു. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ആഞ്ചലോ ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഇത് തയ്യാറാക്കിയത് ഫാദർ ക്ലെമന്റ് പിയാനിയാസ് ആണ്. ഫാദർ ക്ലെമന്റ് പിയാനിയാസ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആദ്യമായി തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആദ്യമായി തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആദ്യമായി തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. 1872 മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആദ്യമായി തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയതാരാണ്? R. ഈശ്വരപിള്ളയാണ്. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് R. ഈശ്വരപിള്ളയാണ്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രം എന്നറിയപ്പെടുന്നത് രാജ്യസമാചാരമാണ്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം ഏതാ? പശ്ചിമോദയമാണ്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. അപ്പോൾ മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോ ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം തയ്യാറാക്കിയത് ഫാദർ ക്ലെമന്റ് പിയാനിയാസ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആദ്യമായി തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആദ്യമായി തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് R. ഈശ്വരപിള്ളയാണ്. പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം. രണ്ടാമത്തെ മലയാള പത്രമാണ് പശ്ചിമോദയം. അടുത്താണ് നിർമ്മാണ പ്രക്രിയ. അലുമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ ഏതാണ്? ഹാൾ ഹെറാൾഡ് പ്രക്രിയയാണ്. അലുമിനിയം ഹാൾ ഹെറാൾഡ് പ്രക്രിയ. അമോണിയത്തിൻ്റെ ആണെങ്കിൽ ഹേബർ പ്രക്രിയ. അമോണിയത്തിൻ്റെ ഹേബർ പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡിൻ്റെ ആണെങ്കിൽ സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡ് സമ്പർക്ക പ്രക്രിയ. നൈട്രിക് ആസിഡ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. നൈട്രിക് ആസിഡ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. ക്ലോറിൻ ഡീക്കൻസ് പ്രക്രിയ. ക്ലോറിൻ്റെ ഡീക്കൻസ് പ്രക്രിയയാണ്. ഹാലോജനുകൾ മെസഞ്ചർ മെത്തേഡ്. ഹാലോജനുകൾ മെസഞ്ചർ മെത്തേഡ്. മഗ്നീഷ്യത്തിൻ്റെ ആണെങ്കിൽ ഡൗ പ്രക്രിയ. മഗ്നീഷ്യം ഡൗ പ്രക്രിയ. നൈട്രജൻ്റെ ആണെങ്കിൽ ഡ്യൂമാസ് പ്രക്രിയ. നൈട്രജൻ ഡ്യൂമാസ് പ്രക്രിയ. ഉത്കൃഷ്ട ലോഹങ്ങളുടെ ആണെങ്കിൽ സയനൈഡ് പ്രക്രിയ. ഉത്കൃഷ്ട ലോഹങ്ങളുടെ ആണെങ്കിൽ സയനൈഡ് പ്രക്രിയ. സോഡിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ ഡൗൺസ് പ്രക്രിയ. സോഡിയം ഡൗൺസ് പ്രക്രിയ. സോഡിയം കാർബണേറ്റ് ആണെങ്കിൽ സാൽവേ പ്രക്രിയ. സോഡിയം കാർബണേറ്റ് സാൽവേ പ്രക്രിയ.
സൾഫറിൻ്റെ ആണെങ്കിൽ ഫ്രാഷ് പ്രക്രിയ. സൾഫറിൻ്റെ ആണെങ്കിൽ ഫ്രാഷ് പ്രക്രിയ. സ്റ്റീലിൻ്റെ ആണെങ്കിൽ ബെസിമർ പ്രക്രിയ. സ്റ്റീലിൻ്റെ ബെസിമർ പ്രക്രിയ. ഹൈഡ്രജൻ ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ ബോഷ് പ്രക്രിയ. മോൺസ് പ്രക്രിയ എന്ന് പറഞ്ഞാൽ നിക്കലിൻ്റെ ആണ്. മോൺസ് പ്രക്രിയ നിക്കൽ. ഒന്നുകൂടെ നോക്കാം. അലുമിനിയം ഹാൾ ഹെറാൾഡ് പ്രക്രിയ, അമോണിയ ഹേബർ പ്രക്രിയ, സൾഫ്യൂരിക് ആസിഡ് സമ്പർക്ക പ്രക്രിയ, നൈട്രിക് ആസിഡ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ, ക്ലോറിൻ ഡീക്കൺസ് പ്രക്രിയ, ഹാലജനുകൾ മെസ്സഞ്ചർ മെത്തേഡ്, മഗ്നീഷ്യം ഡൗ പ്രക്രിയ, നൈട്രജൻ ഡ്യൂമാസ് പ്രക്രിയ, ഉത്കൃഷ്ടലോഹങ്ങൾ സയനൈഡ് പ്രക്രിയ, സോഡിയം ഡൗൺസ് പ്രക്രിയ, സോഡിയം കാർബണേറ്റ് സാൽവേ പ്രക്രിയ, സൾഫർ ഫ്രാഷ് പ്രക്രിയ, സ്റ്റീല് ബെസിമർ പ്രക്രിയ, ഹൈഡ്രജൻ ബോഷ് പ്രക്രിയ, മോൺസ് പ്രക്രിയ നിക്കലിൻ്റേത്. അടുത്താണ് ആസിഡുകൾ. പാല് ലാക്റ്റിക് ആസിഡ്. പാല് ലാക്റ്റിക് ആസിഡ്. മോര് ലാക്റ്റിക് ആസിഡ്. പുളി ടാർട്ടാറിക് ആസിഡ്. അപ്പോൾ പാല്, മോര്, ലാക്റ്റിക് ആസിഡ്, പുളി ടാർട്ടാറിക് ആസിഡ്. വിനാഗിരി അസറ്റിക് ആസിഡ്. വിനാഗിരി അസറ്റിക് ആസിഡ്. ചോക്ലേറ്റ് ഓക്സാലിക് ആസിഡ്. ചോക്ലേറ്റും ചുവന്നുള്ളിയും ഓക്സാലിക് ആസിഡാണ്. ചോക്ലേറ്റ്, ചുവന്നുള്ളി, ഓക്സാലിക് ആസിഡ്. ദഹനരസം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദഹനരസം ഹൈഡ്രോക്ലോറിക് ആസിഡ്. മാംസ്യം അമിനോ ആസിഡ്. മാംസ്യം അമിനോ ആസിഡ്. കൊഴുപ്പ് സ്റ്റിയറിക് ആസിഡ്. കൊഴുപ്പ് സ്റ്റിയറിക് ആസിഡ്. തേങ്ങ കാപ്രിക് ആസിഡ്. തേങ്ങ കാപ്രിക് ആസിഡ്. അരി ഫൈറ്റിക് ആസിഡ്. അരി ഫൈറ്റിക് ആസിഡ്. മരച്ചീനി പ്രൂസിക് ആസിഡ്. വെറ്റില കാറ്റച്ചൂണിക് ആസിഡ്. മരച്ചീനി പ്രൂസിക് ആസിഡ്, വെറ്റില കാറ്റച്ചൂണിക് ആസിഡ്. മണ്ണ് ഹ്യൂമിക് ആസിഡ്. മൂത്രം യൂറിക് ആസിഡ്. മണ്ണ് ഹ്യൂമിക് ആസിഡ്, മൂത്രം യൂറിക് ആസിഡ്. ആപ്പിള് മാലിക് ആസിഡ്. ഓറഞ്ചും ചെറുനാരങ്ങയും സിട്രിക് ആസിഡ്. ആപ്പിള് മാലിക് ആസിഡ്, ഓറഞ്ച്, ചെറുനാരങ്ങ സിട്രിക് ആസിഡ്. സോഡാജലം കാർബോണിക് ആസിഡ്. സോഡാജലം കാർബോണിക് ആസിഡ്. ഉറുമ്പ് ഫോമിക് ആസിഡ്. തേയില ടാനിക് ആസിഡ്, എണ്ണ സ്റ്റിയറിക് ആസിഡ്. ഉറുമ്പ് ഫോമിക് ആസിഡ്, തേയില ടാനിക് ആസിഡ്, എണ്ണ സ്റ്റിയറിക് ആസിഡ്. ഒന്നുകൂടെ നോക്കാം. പാല്, മോര് ലാക്റ്റിക് ആസിഡ്, പുളി ടാർട്ടാറിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, ചോക്ലേറ്റും ചുവന്നുള്ളിയും ഓക്സാലിക് ആസിഡ്, ദഹനരസം ഹൈഡ്രോക്ലോറിക് ആസിഡ്, മാംസ്യം അമിനോ ആസിഡ്, കൊഴുപ്പ് സ്റ്റിയറിക് ആസിഡ്, തേങ്ങ കാപ്രിക് ആസിഡ്, അരി ഫൈറ്റിക് ആസിഡ്, മരച്ചീനി പ്രൂസിക് ആസിഡ്, വെറ്റില കാറ്റച്ചൂണിക് ആസിഡ്, മണ്ണ് ഹ്യൂമിക് ആസിഡ്, മൂത്രം യൂറിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്, ഓറഞ്ച് ചെറുനാരങ്ങ സിട്രിക് ആസിഡ്, സോഡാജലം കാർബോണിക് ആസിഡ്, ഉറുമ്പ് ഫോമിക് ആസിഡ്, തേയില ടാനിക് ആസിഡ്, എണ്ണ സ്റ്റിയറിക് ആസിഡ്. ഇനി നമുക്ക് ആസിഡും അവയുടെ ഉപയോഗവും ഒന്ന് നോക്കാം. വിനാഗിരിയുടെ ഉപയോഗം എന്താണ്? അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും ഉപയോഗിക്കുന്നതാണ്. വിനാഗിരി അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലുമാണ് ഉപയോഗിക്കുന്നത്. സിട്രിക് ആസിഡ് ആണെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും അതേപോലെ പാനീയങ്ങളിലൊക്കെയാണ് സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത്. ഇനി നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ആണെങ്കിൽ അത് രാസവളം, പെയിൻറ്റ്, ഡൈ ഒക്കെ എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡ് രാസവളം, പെയിൻറ്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണം. സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയാണ്. സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ടാനിക് ആസിഡ് ആണെങ്കിൽ മഷി, തുകല എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡ് മഷി, തുകല എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. വിനാഗിരി അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും ഉപയോഗിക്കുന്നു. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും അതേപോലെ പാനീയങ്ങളിലും ഉപയോഗിക്കുന്നു. നൈട്രിക് ആസിഡ് ആണെങ്കിൽ സൾഫ്യൂരിക് ആസിഡും രാസവളം, പെയിൻറ്റ്, ഡൈ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് സങ്കരയിനം തെങ്ങിനെക്കുറിച്ചിട്ടൊന്ന് നോക്കാം. ചന്ദ്രലക്ഷ ഏതൊക്കെയാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചുമാണ്. ചന്ദ്രലക്ഷ, ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും. ചന്ദ്രശങ്കര എന്നത് ചാവക്കാട് ഓറഞ്ചും അതേപോലെ വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോന്ധവും. ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോന്ധവുമാണ്. ഇത് SCERT കൊടുത്താണ്. ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറി അതേപോലെ ചാവക്കാട് ഓറഞ്ച്. ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടോള്. ലക്ഷഗംഗയാണെങ്കിൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോന്ധവും കൂടെ ചേരുന്നതാണ്. ഇനി അടുത്താണ് ഭൂസവിശേഷതകളും അവയെ സൂചിപ്പിക്കുന്ന നിറങ്ങളും ഏതൊക്കെയാണ് എന്ന് നോക്കാം.
അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽപാത, ടെലഫോണ്, ടെലഗ്രാഫ് ലൈനുകൾ എന്നിവയ്ക്കൊക്കെ സൂചിപ്പിക്കുന്ന നിറമാണ് കറുപ്പ്. ഏതൊക്കെയാണ്? അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽപാത, ടെലഫോണ്, ടെലഗ്രാഫ് ലൈനുകൾക്കൊക്കെ കറുപ്പ് നിറമാണ് സൂചിപ്പിക്കുന്നത്. ഇനി സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ, അപ്പോൾ ജലസാന്നിധ്യമുള്ള എല്ലാ ജലാശയങ്ങളും നീല നിറത്തിലാണ് സൂചിപ്പിക്കുന്നത്. സമുദ്രം, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകളിലൊക്കെ നീല നിറമാണ് ഉപയോഗിക്കുന്നത്. വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഫലവൃക്ഷ തോട്ടങ്ങളൊക്കെ പച്ച നിറത്തിലാണ് സൂചിപ്പിക്കുന്നത്. വനം, പുൽമേട്, മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഫലവൃക്ഷ തോട്ടങ്ങൾ പച്ച നിറമാണ് സൂചിപ്പിക്കുന്നത്. കൃഷിസ്ഥലങ്ങൾക്ക് മഞ്ഞ നിറമാണ്. തരിശുഭൂമിക്ക് വെള്ള നിറമാണ്. കൃഷിസ്ഥലം മഞ്ഞ, തരിശുഭൂമിക്ക് വെള്ള നിറമാണ്. ഇനി പാർപ്പിടങ്ങൾ, റോഡ് പാതകൾ, ഗ്രിഡ് ലൈനുകൾ, ഈസ്റ്റിങ്സും നോർത്തിങ്സും ആണെങ്കിൽ ചുവപ്പ് നിറം ഉപയോഗിക്കുന്നു. പാർപ്പിടങ്ങൾ, റോഡ് പാതകൾ, ഗ്രിഡ് ലൈനുകളൊക്കെ ചുവപ്പ് നിറമാണ് ഉപയോഗിക്കുന്നത്. ഇനി കോണ്ടൂർ രേഖകൾ, മൺകൂനകൾ, മണൽക്കൂനകൾക്കൊക്കെ തവിട്ട് നിറമാണ് ഉപയോഗിക്കുന്നത്. കോണ്ടൂർ രേഖകൾ, മണൽക്കൂനകൾക്ക് മൺകൂനകളും തവിട്ട് നിറത്തിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽപാത, ടെലഫോണ്, ടെലഗ്രാഫ് ലൈനുകളൊക്കെ കറുപ്പ് നിറത്തിലാണ് സൂചിപ്പിക്കുന്നത്. സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ നീല നിറത്തിൽ ഉപയോഗിക്കുന്നു. വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങൾ, കുറ്റിച്ചെടികൾ, ഫലവൃക്ഷ തോട്ടങ്ങളൊക്കെ പച്ച നിറം സൂചിപ്പിക്കുന്നു. കൃഷിസ്ഥലങ്ങൾ മഞ്ഞ, തരിശുഭൂമിക്കാണെങ്കിൽ വെള്ള നിറം. പാർപ്പിടം, റോഡ് പാതകൾ, ഗ്രിഡ് ലൈനുകൾക്കൊക്കെ ചുവപ്പ് നിറം. കോണ്ടൂർ രേഖകൾ, മണൽക്കൂനകൾ, മൺകൂനകൾക്കൊക്കെ തവിട്ട് നിറമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനും PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളവയാണ്. നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ക്ലാസ്സുകൾ 2-3 തവണയൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തറവാകും. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സിൻ്റെ പ്ലേലിസ്റ്റ് മുഴുവൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ട് വീണ്ടും കാണുന്നതാണ്. താങ്ക്